ഇതിനകത്ത് ഇന്നിപ്പോൾ നേരത്തെ പുറത്തു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഡിയോ ഉണ്ടല്ലോ, ഈ രാഹുൽ ഈശ്വർ പുറത്തേക്കിട്ട, ഞാനത് കേട്ടു. അതിനകത്ത് ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തീർന്നില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാണ്, പലതും പറഞ്ഞ കൂട്ടത്തിൽ പറയാണ്, ഞാനായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ തകർന്നു പോയനെ എന്ന് പറയാണ്. ഇയാൾ ഭയങ്കര വലിയൊരാളാണ് എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്, ആ മുറിക്കകത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് ഞാനായതുകൊണ്ട് ഇങ്ങനെ ധീരനായിട്ട് പിടിച്ചു നിൽക്കുകയാണ്, അല്ലെങ്കിൽ മറ്റാരും ശരിക്കും അയാൾ വിശ്വസിക്കുകയാണെന്ന് തോന്നുന്നു. അതായത് അയാൾ എന്നിട്ട് പറയാണ്, എൻ്റെ ട്രോമയാണ് വലുത് എന്ന മട്ടിൽ പറയാണ്. അതായത് ഒന്നിലേറെ ആളുകളെ ഇയാൾ ഉപദ്രവിച്ചു എന്ന കാര്യത്തിൽ സംശയമേ ഇല്ലല്ലോ. ഇയാൾ സംസാരിക്കുന്നതിൻ്റെ ഇയാൾ നിഷേധിക്കാത്ത ഓഡിയോ, അടൂർ പ്രകാശ് എന്നൊക്കെ പറഞ്ഞ ഓഡിയോ നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. ഇത് എന്താണ് ഇയാൾ പറയുന്നതെന്ന് എല്ലാവരും കേട്ടാണ്. ഈ റിനി എൻ്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയാണെന്ന് പറഞ്ഞ് പോലീസിന് ഇപ്പോൾ മൊഴി കൊടുത്തു. അവർ ഈ മെസ്സേജ് അടക്കം അന്നും പറഞ്ഞാണ്, ആദ്യ ദിവസം തന്നെ പറഞ്ഞാണ്, ഞാൻ പിന്നെ അത് കാര്യമാക്കുന്നില്ല, ഞാൻ അപ്പോൾ തന്നെ തിരിച്ച് ചീത്ത വിളിച്ചങ്ങ് വിട്ടു എന്നാണ്. മറ്റ് ദോഷാനുഭവങ്ങളും മോശാനുഭവങ്ങളും ഉണ്ടാകാത്തതുകൊണ്ട്. പക്ഷേ അവർക്കും ഈ പിന്നാലെ നടന്ന് സ്റ്റോക്ക് ചെയ്യുന്നതിൻ്റെ മെസ്സേജ് തെളിവുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിലേറെ ആളുകളെ, രണ്ടിലേറെ ആളുകളെ, മൂന്നിലേറെ ആളുകളെ, നിരവധിയായിട്ടുള്ള ആളുകളെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്, പ്രായ വ്യത്യാസമില്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ ആളുകൾ വന്നു. ഇപ്പോഴും അയാൾ പറയുന്നത് എൻ്റെ ട്രോമ എന്നാണ്. ഫിസിക്കലി നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞാൽ ഫിസിക്കലി അബോർഷൻ ചെയ്യപ്പെട്ട, അതും ശാസ്ത്രീയമായിട്ടില്ലാതെ അബോർഷൻ ചെയ്യപ്പെട്ട ഒരു കുട്ടി അവിടെ ഉണ്ടായിരിക്കെ എൻ്റെ ട്രോമ ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ ട്രോമയാണ് വലുത് എന്നും പറയുകയാണ് അയാൾ. ഒന്ന്. രണ്ട്, ഞാനല്ലായിരുന്നു മറ്റേതെങ്കിലും നേതാവായിരുന്നെങ്കിൽ തകർന്നു പോയതെന്ന് അവനവൻ്റെ വലുപ്പത്തെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിൻ്റെ മുറിക്കകത്തിരുന്നിട്ട്. ഇയാളെ ഒരു നിയമസംഗതികൾക്കകത്തുകൂടെ കടത്തിവിട്ട് കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ഇവർ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. ഇതിനകത്ത് ഇന്ന് മറ്റൊരത്ഭുതം എനിക്ക് തോന്നിയത് ഷാഫി പറമ്പിൽ ഇത്തരം ഘട്ടങ്ങളിൽ സാധാരണഗതിയിൽ ഒരു സാമാന്യ മര്യാദയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ആളുകൾ സ്വന്തം സഹപ്രവർത്തകരെ, സ്വന്തം നേതാക്കളെ, സഹനേതാക്കളെ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ചെയ്യരുത് എന്നൊരു വാക്ക് പറയും. അതായത് ഇവർ ആഭ്യന്തരമായിട്ടുള്ള രാഷ്ട്രീയവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരടിക്കലും ഒക്കെ എല്ലാ പാർട്ടികൾക്കകത്തുണ്ട്. കോൺഗ്രസ് അത് ഒട്ടും മുക്തമായിട്ടുള്ള പാർട്ടിയല്ല, കുറേ കൂടെ ശക്തമായിട്ട് നടക്കുന്ന പാർട്ടിയാണ്. പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് കോൺഗ്രസിൻ്റെ തുടക്കകാലം മുതൽ നമുക്കറിയാം. പക്ഷേ ഇത്തരമൊരു സംഭവം, ഒരു നേതാവിനെ ആളുകൾ, ഇപ്പോൾ ഹർഷനും ഞാനും കോൺഗ്രസിനകത്ത് നേതാവാണെങ്കിൽ എനിക്ക് ഹർഷനോടൊരു ശത്രുത ഉണ്ടെങ്കിൽ തന്നെ അവന് ഒരല്പം ക്ഷീണം ഉണ്ടായാലും കുഴപ്പമില്ല, ഹർഷന് ഒരല്പം പണി കിട്ടിയാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നെങ്കിലും പരസ്യമായിട്ട് സാമാന്യ മര്യാദക്ക് അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഹർഷനെ ചീത്ത വിളിക്കരുതെന്ന് ഞാൻ പറയും, അല്ലേ? തിരിച്ചും മറിച്ചും പറയും. പക്ഷേ ഇവിടെ ഷാഫിയോട് 3 തവണ, നമ്മൾ നേരത്തെ കണ്ട ബൈറ്റല്ല, അതിനു മുമ്പ് ഞാനത് വായിക്കുമ്പോഴാണ് ലൈവിൽ ഷാഫി സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി സ്വാഭാവികമായിട്ടെങ്കിലും ഒരു സാമാന്യ മര്യാദയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും രാഹുൽ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാമല്ലോ. സാധാരണ ഇത്തരം ഘട്ടങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ എങ്ങനെയാണ് പറയുക, അത് ഞങ്ങളുടെ ആളുകളല്ല, അത് മറ്റേ പാർട്ടിയുടെ CPM-ൻ്റെ ആളുകളാണ് ഈ ചീത്ത വിളിക്കുന്നത്, അത് പാടില്ല, ഞങ്ങളുടെ നേതാവിനെ ചീത്ത വിളിക്കരുതെന്ന് സാമാന്യ മര്യാദയ്ക്ക് വേണ്ടെങ്കിലും പറയും. ഷാഫി പറഞ്ഞില്ല. എനിക്ക് അത്ഭുതമാണ്. അതായത് ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ, ഷാഫി പറമ്പിൽ യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരനായുള്ള നേതാവാണ്. ഇപ്പം അധിക്ഷേപിക്കണമെന്നാണല്ലോ അജയ് തറയിൽ എഴുതിയത്, പറയുകയല്ല ചെയ്ത, നാക്കുപിഴയല്ല, എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും മറ്റൊന്നെ അധിക്ഷേപിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം ഷാഫി അങ്ങനെ പറഞ്ഞില്ല, അധിക്ഷേപിക്കണം എന്നല്ല. ഷാഫിയുടെ പോയിന്റ്, നിങ്ങൾ ഇപ്പോൾ എല്ലാ സൈബർ ഹാൻഡിലുകളും നമ്മൾ സർക്കാരിൻ്റെ ഈ പോലീസ് നടപടിക്കെതിരെ ശക്തമായിട്ട് പ്രതിരോധിക്കേണ്ടുന്ന സമയമാണിത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റു ചോദ്യം ചോദിച്ചപ്പോൾ VD സതീശനെതിരായിട്ട് ഇങ്ങനെ ഉണ്ടായല്ലോ എന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം VD സതീശനെതിരെ ആക്രമണം നടന്ന മറ്റുള്ളവരാണ്, അത് പാടില്ലാത്തതാണ് എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതേക്കുറിച്ച് പറയാനേ തയ്യാറാണ്. അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം, സമാനതകളില്ലാത്ത രാഷ്ട്രീയ സാഹചര്യം എന്നാണ് ഞാനിതിനെ കാണുന്നത്.